പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 60ഓളം ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട്. ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തകർത്തു. മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യയും തയ്യാറാണെന്ന് സൈന്യം. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി. അഭിമാന നിമിഷമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി. രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച പ്രധാനമന്ത്രി ആക്രമണത്തെ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. സർവകക്ഷി യോഗം നാളെ 11 മണിക്ക് ഡൽഹിയിൽ. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. പാക് ഷെല്ലാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം പൂഞ്ചടക്കം 7 മേഖലകളിൽ. അതിർത്തിയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന് സൂചന. മറുപടി നൽകാൻ സൈന്യത്തെ ചുമതലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നു. പാകിസ്ഥാനിൽ റെഡ് അലർട്ട്. ഇസ്ലാമാബാദിൽ സ്കൂളുകൾ അടച്ചു. നയതന്ത്ര നീക്കം ശക്തമാക്കി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സാഹചര്യം ലോകരാജ്യങ്ങളോട് അറിയിച്ച് ഇന്ത്യ. US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ച് അജിത് ഡോവൽ. ബ്രിട്ടൻ, സൗദി, UAE എന്നീ രാജ്യങ്ങളെ സ്ഥിതിഗതികൾ അറിയിച്ചു. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യ പാക് സംഘർഷ സാധ്യതയിൽ മുന്നൊരുക്കവുമായി കേന്ദ്ര സർക്കാർ. ആക്രമണം നേരിടാൻ രാജ്യവ്യാപകമായി ജനങ്ങളെ പങ്കെടുപ്പിച്ച് മോക്ക് ഡ്രിൽ. കേരളത്തിൽ മോക്ക് ഡ്രിൽ നടന്നത് 126 കേന്ദ്രങ്ങളിൽ. തൃശൂർ പൂരത്തിന് സമാപനം. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ. പകൽപൂരത്തിനിടെ വെടിക്കെട്ടിന് മുൻപ് ആന വിരണ്ടോടി. തിരക്കിൽ 34 പേർക്ക് പരിക്ക്. ഇടഞ്ഞത് ഊട്ടോളി രാമൻ എന്ന ആന. N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ നീട്ടി. നടപടി ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്. സസ്പെൻഷൻ നീട്ടിയത് 6 മാസത്തേക്ക് കൂടി. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ.